മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ദൃശ്യങ്ങളിലേക്ക് എന്നെ ആകർഷിക്കപ്പെടുന്നത് വയലിൽ ജോലി ചെയ്ത വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ തൊഴിലാളികളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു ആ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? സെക്യുലറിസം ആണ്, മതേതരത്വം. അപ്പൊ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം ഇവിടുത്തെ വർഗീയവാദമായിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഈ രാജ്യമൊട്ടാകെ ആക്രമിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് കഴിഞ്ഞ 10-15 വർഷമായി രാജ്യം മാറിയിരിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്തു നിന്നിരുന്ന പാർട്ടിയാണ് CPM. അപ്പൊ ആ സെക്യുലറിസവും ആ മതേതരത്വവും ആ സോഷ്യലിസവുമാണ് ആ പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ, അതിനുവേണ്ടി പോരാടാൻ, അതിനുവേണ്ടി പോരാളിയായി നിൽക്കാൻ, ആ ജനങ്ങളോടൊപ്പം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം തുടർന്ന വ്യക്തിയാണ് ഞാൻ. ആ ഒറ്റ ആശയത്തിലാണ് ഞാൻ അതിൽ നിന്നത്. ഈ രാജ്യത്ത് ഒരുപാട് ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ നിയമസഭയിൽ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഗുജറാത്തിൽ നടന്ന ഒരു പശുഹത്യയിൽ അതിശക്തമായി ഞാൻ പ്രസംഗിച്ചതിന്റെ പേരിൽ BJPയുടെ ഉന്നതനായ ഒരു നേതാവ് എന്നെ വിളിച്ചു പറയുകയും കേരളത്തിൽ നിങ്ങൾ മാത്രമാണ് ഈ പ്രധാനമന്ത്രിക്കെതിരെ ഇത്ര രീതിയിലുള്ള സംസാരം നടത്തുന്നത്. സൗഹാർദ്ദപരമായിട്ടാണ് പറഞ്ഞു. അതുകൊണ്ട് ദയവായി നിങ്ങളത് അവസാനിപ്പിക്കണം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ പറയുന്നത് വസ്തുതയല്ലേ, സത്യസന്ധമല്ലേ? ഇങ്ങനെയുണ്ടോ ഒരു അക്രമം? ഈ നിഷ്കളങ്കരായ മനുഷ്യരെ, വഴിയിൽ പോകുന്നവരെ ഈ വെട്ടിക്കൊല്ലുന്നത് ഏത് രീതിയിൽ അംഗീകരിക്കാൻ കഴിയും? നിങ്ങൾ ഇതാണ് തുടരുന്നതെങ്കിൽ ഞാൻ അതിനെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും പറഞ്ഞു 2 വർഷം മുമ്പാ. അപ്പൊ നിങ്ങളിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള പലരും ഉണ്ടല്ലോ, അവിടെ തന്നെ ആ സഭയിൽ തന്നെ പല നേതാക്കന്മാരും ഉണ്ടല്ലോ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന. അവിടെ CPMന്റെയോ UDFന്റെയോ ഒരു MLA പോലും ഇങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര പൊള്ളല്? അങ്ങനെ ചോദ്യം. സൗഹൃദ സംഭാഷണം അവസാനം ഞങ്ങൾ തമ്മിൽ തെറ്റി. അപ്പൊ പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുന്നു. ഞാൻ അനുഭവിക്കാൻ തയ്യാറാന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം 2 വർഷം മുമ്പ് നിരന്തരമായി ED എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് പീഡനങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ഭാഗത്തുനിന്ന്. ഇന്നും ആ പോരാട്ടം തുടരുകയാണ്. അപ്പോ ഞാൻ ആ സെക്യുലർ നിലപാടിന്റെ ഭാഗമായി നിന്ന ഒരു പാർട്ടി പിന്നീട് ഞാൻ കാണുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും ഈ 2 സമുദായത്തെയും പല രീതിയിൽ ആക്രമിക്കപ്പെടുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന വെറും ജാതി മത രാഷ്ട്രീയത്തിലേക്ക് CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വഴിമാറി സഞ്ചരിക്കുകയാണ്. പല ഘട്ടത്തിലും ഞാനത് സൂചിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ ഒരു വിഭാഗത്തെ, മുസ്ലിം വിഭാഗത്തെ ഏകപക്ഷീയമായിട്ട് പോലീസ് വേട്ടയാടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പല ഘട്ടങ്ങളിൽ ഞാനിത് പറഞ്ഞു. ഇത് അനീതിയാണ്, ഇതിലൊരു അടിസ്ഥാനവുമില്ല. സുജിത് ദാസ് എന്ന് പറയുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ RSSകാരന്റെ ഭാഗമാണ്. അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് ഈ അനീതി നടപ്പിലാക്കരുത്. മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, 60 ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്ന ജില്ലയാണ്. അതിൽ 75% മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതിലെ നിരവധിയായ ചെറുപ്പക്കാരെ അടിസ്ഥാനമില്ലാത്ത ഒട്ടനവധി കേസുകളിൽ കുടുക്കി FIRന്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രക്കാരെ നിങ്ങൾക്കും അത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഒരു വർഷത്തിൽ 10,000-12,000 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട മലപ്പുറം ജില്ല അത് 30,000-40,000 45,000 ഉയർത്തിയത് ഈ സുജിത് ദാസ് ആണ്. അതിന്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. പാസ്പോർട്ട് എടുത്ത് വിദേശത്ത് പോയി 1 മാസത്തെ ലീവിന് വന്ന് പാസ്പോർട്ട് പുതുക്കി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്കും പാസ്പോർട്ട് പുതുക്കി പോകാൻ കഴിയുന്നില്ല. പല കുടുംബങ്ങളും കടം വാങ്ങി വിദേശത്തേക്ക് പോയവരാണ്. ആ കടം പോലും വീട്ടാൻ കഴിയാതെ അവരൊക്കെ ജപ്തിയിലായി, പലരുടെയും വീടുകൾ പോയി. നിരവധി തവണ ഞാൻ പറഞ്ഞു ഇടപെടണം, പക്ഷെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അത് പ്രോത്സാഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനെ ഞാൻ ചോദ്യം ചെയ്തു.
നിങ്ങൾക്കറിയോ, കേരളത്തിൽ 2019 പ്രളയത്തിന് ശേഷം കേരളത്തിലെ 44 പുഴകളിലും മണലും മണ്ണും വന്ന് അടിഞ്ഞു കയറിയിരിക്കുകയാണ്. ഇപ്പോ ചാലിയാർ പുഴ വെള്ളത്തിലാണ്. ഏത് സമയം 4 മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണ്. പുഴയുടെ താഴ്ചയുടെ നിലവാരത്തിൽ നിന്ന് 2 മീറ്ററും 3 മീറ്ററും ഈ മണൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്തു. ഗവൺമെന്റ് തീരുമാനമെടുത്തു ഈ മണലുകൾ മുഴുവൻ വാരി ഒഴിവാക്കാൻ.